ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് കാർഷിക മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കർഷക ദിനമായ ചിങ്ങം 1 എന്ന ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിലൊന്നാണ് കാർഷിക മേഖല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയാണിത്. നമ്മുടെ ജനങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വളർത്തുമൃഗങ്ങൾക്കാവശ്യമായ കാലിത്തീറ്റയും എല്ലാം തന്നെ കിട്ടുന്നത് കൃഷിയിൽ നിന്നാണ്. അതേപോലെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും തൊഴിൽ നൽകുന്നതിനും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ പ്രദാനം ചെയ്യുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതീവ പ്രാധാന്യം തന്നെയുണ്ട്. വില സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രകൃതിദത്ത ഘടകങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ, സർക്കാർ നയങ്ങൾ, സാങ്കേതിക ഘടകങ്ങൾ എന്നിവയാണവ. അപ്പോൾ പ്രകൃതിദത്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഉപഘടകങ്ങളാണ് മണ്ണിൻ്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത. അതൊക്കെ പ്രകൃതിദത്ത ഘടകങ്ങളായിട്ട് വരുന്നതാണ്. സാമ്പത്തിക ഘടകങ്ങളോ കാർഷിക വിഭവങ്ങളുടെ വില, കർഷകരുടെ വരുമാനം, കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതിയൊക്കെ സാമ്പത്തിക ഘടകങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്നതാണ് ജലസേചനം, വൈദ്യുതി, ഗതാഗതം, വിപണി സൗകര്യം, വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത. സാമൂഹിക ഘടകങ്ങൾ ഭക്ഷണരീതി, വിദ്യാഭ്യാസം, കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം, സാമൂഹിക പരിസ്ഥിതി. സർക്കാർ നയങ്ങളോ വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, നികുതി, വായ്പാ ലഭ്യത, സബ്സിഡിയൊക്കെ സർക്കാർ നയങ്ങളിൽ വരുന്നതാണ്. സാങ്കേതിക ഘടകങ്ങളാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ശാസ്ത്രീയമായ ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇത് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതിയാവും. അതുപോലെ ഈ ഘടകങ്ങളൊക്കെ എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല വിതരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വ്യത്യസ്ത വിള സംവിധാനങ്ങൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് വിള സംവിധാനങ്ങളെക്കുറിച്ച് നോക്കാം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് വിള സംവിധാനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് വിള സംവിധാനം എന്ന് പറയുന്നത്. വിള സംവിധാനങ്ങൾ 3 വിധത്തിലാണുള്ളത്. ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി. ഏതൊക്കെയാണ് ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി? അതിൽ ഏകവിള കൃഷി എന്താണെന്ന് നോക്കാം. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള മാത്രം കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കയറ്റുമതിയാണ്. ഒരു വിള മാത്രമായതിനാൽ നടീൽ, പരിപാലനം, വിളവെടുപ്പ് എന്നിവ സുഗമമായ രീതിയിൽ നടത്താൻ സാധിക്കും. കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. ഏകവിളകൾ കീടബാധ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഏകവിള കൃഷിക്ക് ഉദാഹരണമാണ് റബ്ബർ, തേയില, മരച്ചീനി എന്നിവ. അപ്പോൾ ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള മാത്രം കൃഷി ചെയ്യുന്നതാണ് ഏകവിള കൃഷി. അടുത്ത വിള സംവിധാനമാണ് ബഹുവിള കൃഷി. ഈ ബഹുവിള കൃഷിയിൽ വരുന്നതാണ് മിശ്രവിള, ഇടവിള കൃഷി, തുടർച്ചാ കൃഷി, റിലേ ക്രോപ്പിംഗ്, വിളപര്യയം, ബഹുനില കൃഷി. അപ്പോൾ ബഹുവിള കൃഷി എന്താണെന്ന് നോക്കാം. മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ ഒന്നിൽ കൂടുതൽ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണിത്. ഈ കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്തം ഉൽപ്പാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നുണ്ട്. അടുത്തത് മിശ്രവിള. കൃഷിഭൂമിയിൽ ഒരേ സമയം 2 അതിലധികമോ വിളകൾ നടീൽ അകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണിത്. വരണ്ട പ്രദേശങ്ങളിലാണ് ഈ കൃഷിരീതി കൂടുതലായും കണ്ടുവരുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാലും മറ്റു വിളകളിൽ നിന്നും വിളവ് ലഭിക്കും. ഇതിനുദാഹരണമാണ് ചോളം, നിലക്കടല, തെങ്ങ്, തുവര. ഇടവിള കൃഷി എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു വരിയിൽ പ്രധാന വിള നട്ടിട്ട് അതിൻ്റെ 2 വരികൾക്കിടയിൽ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണിത്. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണിത്. ഇതിനുദാഹരണമാണ് ആദ്യഘട്ടത്തിൽ സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവിളയായി നിലക്കടല കൃഷി ചെയ്യുന്നതും തെങ്ങിന് ഇടവിളയായി വാഴ കൃഷി ചെയ്യുന്നതും. അടുത്തതാണ് തുടർച്ചാ കൃഷി. ഇതെന്ന് പറയുന്നത് വിളവെടുപ്പിന് ശേഷം അതേ കൃഷിയിടത്തിൽ തന്നെ മറ്റൊരു ഹ്രസ്വകാല വിള കൃഷി ചെയ്യുന്നതാണ് തുടർച്ചാ കൃഷി. കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നില്ല.
എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിന് ശേഷം പയർ അല്ലെങ്കിൽ എള്ള് കൃഷി ചെയ്യുന്നത്. റിലേ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയിടത്തിൽ ആദ്യത്തെ കൃഷി ചെയ്ത് അത് വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു കൃഷി ചെയ്യുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ്. അതിന് എക്സാമ്പിളാണ് വാഴ വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത്. വിളപരിക്രമണം അഥവാ വിളപരിചയം എന്താണെന്ന് നോക്കാം. ഒരേ കൃഷിഭൂമിയിൽ തന്നെ ഓരോ വിളയ്ക്ക് ശേഷം തുടർച്ചയായി വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്നതാണ് വിളപരിക്രമണം. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. മണ്ണിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകൾ, കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ രീതിയാണിത്. ഉദാഹരണം, നെല്ലിനു ശേഷം പയർ കൃഷി ചെയ്യുന്നു. ബഹുനില കൃഷിക്ക് ഉദാഹരണമാണ് തെങ്ങ്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ. ഇവ വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതുമാണ്. ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതാണ് ബഹുനില കൃഷി. മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. അടുത്ത ഒരു വിള സംവിധാനമാണ് റെട്ടൂൺ കൃഷി. വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് തരുന്നു. ഒരു തവണ ചെയ്ത കൃഷിയിൽ തന്നെ വീണ്ടും വിളവ് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. വിളവ് കുറയാനും രോഗകീടബാധകൾ കൂടാനും സാധ്യതയുണ്ടെന്നത് ഈ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണ്. ഇതിന് ഉദാഹരണമാണ് ചീര, കരിമ്പ് എന്നിവ. ഇനി കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാം. ആദ്യം തന്നെ പോളി ഹൗസ് ഫാമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഈ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മുഴുവനും മറച്ച ഒരു കൃഷി രീതിയാണിത്. ഇതിലെന്ന് പറയുമ്പോൾ ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുന്ന രീതിയാണിത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ലംബ കൃഷി. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ വിളകൾ വളർത്തുന്ന രീതിയാണിത്. ഹൈഡ്രോപോണിക്, എയറോപോണിക്, അക്വാപോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ജലഉപയോഗത്തിലൂടെ വർഷം മുഴുവൻ ഭക്ഷ്യോൽപാദനം സാധ്യമാക്കുന്ന രീതിയാണിത്. കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ (CSA). കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണിത്. ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ CSAയുടെ ലക്ഷ്യങ്ങളാണ് ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, ഹരിതഗൃഹ വാതക ഉദ്വമനം. CSAയുടെ ഫുൾ ഫോമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി എല്ലാ വ്യക്തികളിലും കാർഷിക സംസ്കാരം ഉണർത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വ്യക്തികൾക്ക് പുറമെ കുടുംബങ്ങൾ, യുവാക്കൾ, സ്ത്രീകൾ, രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ, മതസംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി സമൂഹത്തിലെ മുഴുവൻ വിഭാഗങ്ങളെയും പദ്ധതിയുടെ ഭാഗവാക്കാക്കും. കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നത് ഈ കാർഷികാധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങളാണ്. കാർഷിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി നമുക്ക് ചുറ്റും തദ്ദേശീയമായി പ്രവർത്തിക്കുന്ന ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവയുടെ നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളാണ് ചെറുകിട വ്യവസായങ്ങൾ. അപ്പോൾ അതിൻ്റെ നിക്ഷേപം 10 കോടിയിൽ കൂടാൻ പാടില്ല. അതുപോലെ വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുമായിരിക്കണം. ഒരു വ്യക്തിയോ കുടുംബമോ പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പരമ്പരാഗത സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കുടിൽ വ്യവസായം. ഇതിന് പ്രാരംഭ നിക്ഷേപം കുറവാണ്. കുടിൽ വ്യവസായത്തിൽ കുടുംബാംഗങ്ങളുടെ തൊഴിൽ ശക്തി മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. നെയ്ത്ത്, പരവതാനി നിർമ്മാണം, തുകിൽ വ്യവസായം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ചെറുകിട ഭക്ഷ്യ സംസ്കരണശാലകൾ എന്നിവയൊക്കെ കുടിൽ വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്. ലോകത്താകമാനമുള്ള നിരവധി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളുടെ നട്ടെല്ലാണ് കുടിൽ വ്യവസായങ്ങൾ. അഗ്രോ പാർക്ക്. കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണിവ. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു. കൃഷി വകുപ്പിന് കീഴിലാണ് അഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൃഷി വകുപ്പിന് കീഴിൽ വരുന്നതാണ് അഗ്രോ പാർക്കുകൾ. കൈത്തറി വ്യവസായം. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ്.
ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു. കൈത്തറിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിവ. ഇന്ത്യയിലെ അസംഘടിത സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊന്നാണ് കൈത്തറി മേഖല. ഗ്രാമീണ, അർദ്ധഗ്രാമീണ ജനവിഭാഗങ്ങളുടെ ഉപജീവനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണിത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ സ്രോതസ്സുമാണ് ഈ മേഖല. രാജ്യത്തെ തുണി ഉൽപ്പാദനത്തിൽ കൈത്തറി മേഖലയുടെ സംഭാവന ചെറുതല്ല. കേരളത്തിലെ ഒരു പ്രധാന പരമ്പരാഗത ചെറുകിട കുടിൽ വ്യവസായമാണ് കൈത്തറി. കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനം കൈത്തറി മേഖലയ്ക്കാണ്. കതിർ ആപ്പ് കൃഷിയും കൃഷിരീതികളും സ്മാർട്ടാക്കാനായി വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ആപ്പാണിത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫോർമേഷൻ റെപ്പോസിറ്ററി. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫോർമേഷൻ റെപ്പോസിറ്ററി എന്നതാണ് കതിർ ആപ്പിൻ്റെ ഫുൾ ഫോം. കാലാവസ്ഥാ വിവരങ്ങൾ, വിള ഉപദേശങ്ങൾ, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിവരങ്ങൾ, കാർഷിക പദ്ധതി വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ ലഭ്യമാകും. ഈ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതാണ്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി APMC വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് APMC. കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം വഴിയാണ് സംസ്ഥാനങ്ങൾ APMCയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഏത് നിയമം വഴിയാണെന്ന് ചോദിച്ചാൽ കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം വഴി സംസ്ഥാനങ്ങളാണ് APMCയെ നിയന്ത്രിക്കുന്നത്. വിവിധതരം കാർഷിക വിപണികൾ. ഘടനാപരവും പ്രവർത്തനക്ഷമവുമായ വിപണികൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഇവ 2 ടൈപ്പാണ് ഉള്ളത്: സംഘടിത കാർഷിക വിപണി, അസംഘടിത കാർഷിക വിപണിയും. ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് സംഘടിത കാർഷിക വിപണി. പ്രധാനമായും APMC നിയമങ്ങൾക്കനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രത്യേക ഘടനയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് അസംഘടിത കാർഷിക വിപണികൾ. ഗ്രാമീണ പ്രാഥമിക വിപണികൾ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കുന്ന വിപണികളാണിവ. ചെറിയ ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഗ്രാമത്തിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായുള്ള കൈമാറ്റ സംവിധാനമാണിത്. വിപണികൾ ആഴ്ചയിൽ 1-2 തവണ തുറസായ സ്ഥലങ്ങളിലാണ് കൂടുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാമീണ ചന്തകൾ, ഹാറ്റുകൾ എന്നിവയൊക്കെയാണ്. ഇതിൽ വില്ലേജ് ഹാറ്റുകൾ നോക്കാം. ഒരു ഗ്രാമത്തിലെ ഉൽപ്പാദകർ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ. അപ്പോൾ ഒരു ഗ്രാമത്തിലെ ഉൽപ്പാദകർ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ. മണ്ടികൾ. ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റു പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്ത വ്യാപാര വിപണികളാണിവ. ജില്ലാസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ദൈനംദിന ഇടപാടുകൾക്കായിട്ട് നടത്തുന്ന വിപണികളാണിവ. ഫെയർ മേളകൾ. ഇവ നമുക്കെല്ലാം സുപരിചിതമാണല്ലേ. മതപരമായ ഉത്സവങ്ങളുടെ സമയത്തോ പ്രാദേശികമായ ഉത്സവങ്ങളുടെ സമയത്തോ മാത്രം തീർത്ഥാടന സ്ഥലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ നടത്തുന്ന വിപണികളാണ് മേളകൾ. മൊത്ത വ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികൾ. കേരളത്തിലെ മൊത്ത വ്യാപാര വിപണികളിൽ 3 നഗരപ്രദേശത്തും 3 ഗ്രാമപ്രദേശത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇവ കൂടാതെ 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മൊത്ത വ്യാപാര വിപണികൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. 3 നഗരപ്രദേശത്ത്, 3 ഗ്രാമപ്രദേശത്ത്, അല്ലാതെ 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൃഷി വകുപ്പിന് കീഴിലുള്ള ഈ കേന്ദ്രങ്ങൾ കേരള സർക്കാരിൻ്റെ വിപണി നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈനാമിന് കീഴിൽ 6 മൊത്ത വ്യാപാര വിപണികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈനാം എന്താണെന്ന് നോക്കാം. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ കാർഷിക വിപണി. കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈനാം. ഇതുപോലുള്ള മറ്റൊരു സംവിധാനം നോക്കാം. കേരള ഗ്രോ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും കേരള ഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൃഷി വകുപ്പ് ആരംഭിച്ചു. അപ്പോൾ കേരള ഗ്രോ വരുന്നത് കൃഷി വകുപ്പിന് കീഴിലാണ്. അടുത്തതായി ഒരു സംഘടന പരിചയപ്പെടാം. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നാഫെഡ്.
നാഫെഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളികളാണ് ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത, വായ്പകളുടെ ലഭ്യതക്കുറവ്, വിപണി വിവരങ്ങളുടെ അപര്യാപ്തത, സംഭരണശാലകളുടെ അപര്യാപ്തത, ഇറക്കുമതി നയങ്ങൾ, ഇടനിലക്കാരുടെ ചൂഷണം എന്നിവ. ഇവയൊക്കെ പരിഹരിക്കാനായി രാജ്യത്താകമാനം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ. ഇവ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കാറിന് കീഴിൽ വരുന്നതാണ്. ഇവയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളും കഴിവുകളും കൈമാറുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. മറ്റൊരു സംവിധാനമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള VFPCK. കേരളത്തിലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പഴം പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നതിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് നാളെ രാവിലെ 7 മണിക്ക് സ്റ്റഡി സ്കോഡ് ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്